കോർട്ട് ഫീ വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ തീരുമാനം ബാധിക്കുന്നത് ആരുമില്ലാതെ നടുക്കടലിൽ ഒറ്റപ്പെട്ടു പോകുന്ന ജീവിതങ്ങളെയാണെന്ന് അഡ്വക്കേറ്റ് വിമല ബിനോ. ഭർത്താവിൽ നിന്നും നീതി തേടിയെത്തുന്നവർക്ക് വിലങ്ങുതടിയാകുന്നതാണ് സർക്കാർ തീരുമാനം. ജീവനാംശം തേടിയെത്തുന്നവർ വൻ കോർട്ട് ഫീ കാരണം അതിൽ നിന്നും പിന്മാറേണ്ട അവസ്ഥയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. വർഷങ്ങളായി കുടുംബ കോടതികൾ കോർട്ട് ഫീ ആയി അടയ്ക്കേണ്ടി വന്നിരുന്നത് 50 രൂപയായിരുന്നു. പൊതുവെ ഭർത്താക്കന്മാർ അപഹരിച്ച പണമോ സ്വർണമോ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയും ന്യായമായ നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടിയും കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിന്റെ വക്കിലെത്തിയ സ്ത്രീകൾക്ക് കോടതിയെ സമീപിക്കാൻ വിലങ്ങുതടിയാവുകയാണ് സർക്കാർ ഏർപ്പെടുത്തിയ കോർട്ട് ഫീ വർധന. 1 ലക്ഷം രൂപ വരെയാണെങ്കിലും 200 രൂപ 1 ലക്ഷത്തിന് 5 ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ നഷ്ടപരിഹാര തുകയുടെ 0.5%, 5 ലക്ഷം രൂപയിലധികമാണെങ്കിൽ നഷ്ടപരിഹാര തുകയുടെ 1% എന്നിങ്ങനെയാണ് കോർട്ട് ഫീ. കുടുംബം തകർന്നു പോകുമ്പോഴും പലപ്പോഴും ഒരു ഗതിയില്ലാതെ കോടതിയെ സമീപിക്കേണ്ടി വരിക. പൊതുവെ തകർച്ചയുടെ വക്കിലാകുന്ന സ്ത്രീകൾക്ക് സ്വന്തം കുടുംബം പോലും തുണയുണ്ടാവില്ല. സ്വന്തം മാതാപിതാക്കളോ കുടുംബങ്ങളോ അവരെ തിരിഞ്ഞു നോക്കാറില്ല. കോടതി മാത്രമായിരിക്കും ഏക ആശ്രയം. അപ്പോഴാണ് ഇത്തരമൊരു കോർട്ട് ഫീ വർധന. സംസ്ഥാനം എന്നാണ് പിടിച്ചുപറി കേന്ദ്രമായത്. ചെക്ക് കേസുകളിലും ഫാമിലി കേസുകളും കോർട്ട് ഫീ വർദ്ധിപ്പിച്ചത് തുടർച്ചയായും എതിർക്കപ്പെടേണ്ട ഒന്നാണ്.